optimum capital structure or optimal capital structure. So എന്താണ് ഈ optimal capital structure എന്ന് പറഞ്ഞത്? It is the capital structure at which weighted average cost of capital is minimum and the value of the firm is maximum. So ഏത് ക്യാപിറ്റൽ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യുമ്പോഴാണോ നമുക്ക് ആവറേജ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ഏറ്റവും മിനിമത്തിലെത്തുക, അതേപോലെ തന്നെ വാല്യൂ ഓഫ് ദ ഫേം ഏറ്റവും കൂടുതലാവുക, ആ ഒരു ഡെറ്റ് ഇക്വിറ്റി കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ഗ്രാഫാണ്. ഇതിൽ വൈ ആക്സിസിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതേപോലെ തന്നെ എക്സ് ആക്സിസിൽ ലിവറേജ് അല്ലെങ്കിൽ ഡെറ്റ് ആൻഡ് ഇക്വിറ്റി കോമ്പിനേഷനാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0 എന്നുള്ള ലെവലിൽ ദർ ഈസ് നോ ഡെറ്റ്, ഓൺലി ഇക്വിറ്റിയാണ്. 100% ഇക്വിറ്റി ഫേമാണ് ഈ അറ്റത്ത് വരുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്തോറും ഹൈലി ഗിയർഡായി, ഈ ഒരു പൊസിഷൻ ലോ ഗിയർഡാണ്. അപ്പോൾ ലോ ഗിയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ 10% ഡെറ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ 10% ഡെറ്റ് ആയിരിക്കും, 90% ഇക്വിറ്റി ആയിരിക്കും. ഒരു എക്സാമ്പിളാണ്. ദെൻ ഇവിടെ വരുമ്പോൾ 90% ഡെറ്റും 10% ഇക്വിറ്റിയാണ്. അപ്പോൾ ഇത് ഒരു ഹൈലി ഗിയർഡാണ്, ഇത് ഒരു ലോ ലിവേർഡ് ഫോമാണ്. ഇവിടെ വരുമ്പോൾ ഓക്കെ ആണോ? 0 എത്തുകയാണെങ്കിൽ ദർ 100% ഇക്വിറ്റി ഫോമാണ്. ദർ ഈസ് നോ debt instrument in its capital structure. So overall cost of capital നോക്കാം. എന്താ പറയണത്? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നുണ്ട്. അതായത് ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ആഡ് ചെയ്യും തോറും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നുണ്ട്. ആ പർട്ടിക്കുലർ പോയിന്റ് വിട്ടിട്ട് വീണ്ടും ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ദ ഫേം, ഈ ഗ്രാഫിൻ്റെ വാല്യൂ ഓഫ് ദ ഫേം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പർട്ടിക്കുലർ ലെവലിൽ വാല്യൂ ഓഫ് ദ ഫേം കുറവാണ്. ദെൻ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്യും തോറും വാല്യൂ ഓഫ് ദ ഫേം കൂടും. ഒരു പർട്ടിക്കുലർ ലെവൽ വിട്ടിട്ട് വീണ്ടും ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ വാല്യൂ ഓഫ് ദ ഫേം കുറയും. സോ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഏറ്റവും കുറവ്, വാല്യൂ ഏറ്റവും കൂടുതൽ. സോ ഈ ഒരു പോയിന്റിലാണ് വാല്യൂ കൂടുതലായതും കോസ്റ്റ് കുറവായിട്ടുള്ളതും. സോ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ്, അതായത് ഈ ഒരു ഡെറ്റ് ആൻഡ് ഇക്വിറ്റി കോമ്പിനേഷനെയാണ് നമ്മൾ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓക്കെ ആണല്ലോ, ഇതാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. നെക്സ്റ്റ് പാറ്റേൺസ് ആർ ഫോംസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഡിഫറെൻറ്റ് പാറ്റേൺസ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഞങ്ങൾ ഓൾറെഡി നോക്കിയതാണ്. ടൈപ്സ് നമ്മൾ പറഞ്ഞില്ലേ, അത് തന്നെയാണ് വരുന്നത്. ഇവിടെ ഫസ്റ്റ് വൺ ഇക്വിറ്റി ഷെയർസ് ഓൺലി, ഇക്വിറ്റി ഷെയർസ് ഓൺലി ആണ് വരുന്നത്. സോ അത് തന്നെ നമ്മൾ സിമ്പിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. സോ ഇക്വിറ്റി ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് നമുക്ക് വരുമ്പോൾ കോമ്പൗണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ. Third one, second one, equity shares and preference shares. It is also a compound capital structure. Complex capital structure ആണ് equity എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ, equity share capital, preference share capital and debentures. So simple, ഇത് simple capital structure, ഇത് compound capital structure, ഇത് complex capital structure ആണ് വരുന്നത്. ഓക്കെ, സോ ഒരു പുതിയൊരു ഫോം എടുക്കുകയാണെങ്കിൽ, ഒരു പുതിയ കമ്പനി എടുക്കുകയാണെങ്കിൽ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫോമായിരിക്കും അവർ ചൂസ് ചെയ്യണത്. ഒന്നല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ മാത്രം വെച്ചിട്ടുള്ള ഒരു ഫോമായിരിക്കും, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറും ഡിബെഞ്ചേഴ്സും, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ ആൻഡ് ഡിബെഞ്ചേഴ്സ്, എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ. ഓക്കെ, ഇതാണ് ഡിഫറെൻറ്റ് പാറ്റേൺസ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. നെക്സ്റ്റ് ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, capital structure theories. So there are 4 major theories which explain the relationship between capital structure, cost of capital and value of the firm. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്? ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൽ 3 കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയണത്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് ഡെറ്റ് ഇക്വിറ്റി കോമ്പിനേഷൻ ക്യാപിറ്റൽ സ്ട്രക്ചർ.
then weighted average cost of capital, overall cost of capital and the value of the firm. ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൽ പറയണത്. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി 4 എണ്ണം ഉണ്ട്, 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ NI തിയറി, നെറ്റ് ഇൻകം തിയറി, NOI തിയറി, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി, ട്രഡീഷണൽ തിയറി ആൻഡ് MM തിയറി, മോഡിഗ്ലിനി ആൻഡ് മില്ലർ തിയറി. അപ്പോൾ ഈ 4 തിയറീസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇത് ഓരോന്നാണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 4. NI theory, it is also known as net income theory. Next, NOI theory, net operating income theory, traditional theory, last one ആണ് മോഡിഗ്ലിനി ആൻഡ് മില്ലർ തിയറി. സോ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. NI തിയറി ഓർ NI അപ്രോച്ച് നമുക്ക് പറയാം. സോ NI അപ്രോച്ചിലേക്കാണ്, NI തിയറിയിലേക്കാണ് നെക്സ്റ്റ് കിടക്കുന്നത്. NI theory. Durant is suggested this theory. According to this theory, capital structure is relevant to the valuation of the firm. So NI theory il paranada capital structure is important. Capital structure la debt instrument add cheyyum thorum overall cost of capital koriyum, value of the firm koodum. സോ അതുകൊണ്ടാണ് ഇവിടെ റെലവൻറ്റ്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തിന് ഇമ്പോർട്ടൻറ്റ്? വൈൽ ഡിറ്റർമിനിങ് ദ വാല്യൂ ഓഫ് ദ ഫേം. സോ ക്യാപിറ്റൽ സ്ട്രക്ചറിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്, റെലവൻ്റ് ആണ് എന്നാണ് NI തിയറിയിൽ പറയണത്. എ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ കോസസ് എ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആസ് വെൽ ആസ് ദ വാല്യൂ ഓഫ് ദ ഫേം. സോ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും വാല്യൂ ഓഫ് ദ ഫേമും മാറും. അതാണ് NI തിയറിയിൽ പറയണത്. ദ തിയറി ഈസ് സജസ്റ്റഡ് ബൈ ഡ്യൂറന്റ്. ദിസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് ഫിക്സഡ് KE തിയറി. സോ ഈ തിയറിക്ക് വേറൊരു പേരും കൂടിയുണ്ട്, ഫിക്സഡ് KE തിയറി. സോ എല്ലാ തിയറിയും ഡെവലപ്പ് ചെയ്യുമ്പോൾ സർട്ടൻ അസംഷൻസിൻ്റെ മുകളിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്.